താൻ കാണിച്ച വലിയ മണ്ടത്തരമായി പോയി. ആങ്ങളെയും പെങ്ങളും കൂടി നിൽക്കണ കണ്ടപ്പോ പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് എടോ, പതുങ്ങേണ്ട അടുത്ത് പതുങ്ങണം, പായേണ്ട അടുത്ത് പായണം. കുറുക്കന്റെ ബുദ്ധിയുള്ള തനിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? ആ പെണ്ണി വിവരം ചന്തുട്ടിയോട് പറയില്ലാന്ന് തോന്നുന്നുണ്ടോ? ചന്തുട്ടി വെറുപ്പിച്ചാ പിന്നെ തനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? തന്റെ ഏറ്റവും വലിയ പ്രശ്നം ചന്തുട്ടിയല്ലേ? അപ്പോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ കേൾക്കൂ. അവനെ അങ്ങ് തട്ടിയാലോ? ചന്തുട്ടിയെ തട്ടിയാൽ ആ പെണ്ണ് വിധവയാകും, സ്വത്തുക്കളെല്ലാം അവളിൽ വരും. അവളെ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തന്നെ ഞാൻ പഠിപ്പിക്കണോ? പക്ഷെ എനിക്കിതി പങ്കുണ്ടെന്ന് പുറത്തൊരു കുഞ്ഞറിയരുത്. അത് ഞാൻ ഏറ്റെടൂ. പള്ളത്താമ്പെട്ടി വഴി അവൻ ചന്തയിലേക്ക് പോണത്. അതിനിടയ്ക്കുള്ള സ്ഥലത്ത് വെച്ചാണെങ്കിൽ ഒരു ഈച്ച പോലും അറിയില്ല. ഇനി അവൻ മാർക്കറ്റിൽ പോയാ പിന്നെ തിരിച്ചുണ്ടാവില്ല. വൈകിട്ട് നേരത്തെ വരുമോ? ചിലപ്പോ നാളെ വരൂ. നാളെയോ? ആ, നായ്ക്കുംപേട്ടിന്നുള്ള ചരക്ക് വന്നില്ലല്ലേ, അവിടെ വരെ ഒന്ന് പോകേണ്ടി വരും. ഒരുമിച്ച് കോലി പോവാന്ന് കരുതിയാ. സുമംഗലി പൂജയുണ്ട്. നോക്കട്ടെ, കണ്ടില്ലല്ലേ, അമ്മായിയും കൂടി പൊക്കോ. നീ ചന്തയിലേക്കാണോ? എന്താ? ഞാൻ മുത്തുകൃഷ്ണനോട് ഇത്തിരി ചൂടായി. ദേഷ്യം കൊണ്ടൊന്നുമല്ല. ചന്തൂട്ടിയുടെ പെണ്ണിന് സ്ത്രീധനം എന്ത് കിട്ടിയെന്ന് നാട്ടുകാരെ കളിയാക്കി ചോദിച്ചപ്പോ ഉള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. നീ ഒന്നും മനസ്സിൽ വയ്ക്കരുത്. മോളെ, മോൾക്കെന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. ഒക്കെ നല്ലതിന് വേണ്ടിയാ മാമൻ പറഞ്ഞത്. നിങ്ങൾ നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. എന്താടോ, തിരിച്ചു വരില്ലെന്ന് കരുതിയോ? അണ്ണാ, എല്ല് മുറിയെ പണിയെടുത്തുണ്ടേ ശീലിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ ആരുടെയും മുതൽ തട്ടിപ്പറിച്ചിട്ടില്ല, നക്കാപ്പിച്ചയ്ക്ക് കൈനീട്ടിട്ടുമില്ല. ഇതൊക്കെ ഇവക്കൊള്ളതാ. പെങ്ങളെ നടവള്ളി വിട്ടുന്ന് നാളെ ആരും പരാതി പറയാൻ ഇടയുണ്ടാക്കില്ല. എന്താ നോക്കണേ? ഇവളുടെ പങ്കെത്രയാണെന്നാണോ? എന്റെ സർവ്വ സ്വത്തുക്കളുമുണ്ട്, ഈ പ്രാണനടക്കം. മോളെ, ചന്തൂട്ടിയെ വിളിക്ക്, ഒക്കെ അവനെ ഏൽപ്പിക്കണം. മുത്തണ്ണ, കാട്ടൂരാന്റെ കൂട്ടര് ചന്തുട്ടിയുടെ പള്ളത്തിലിട്ട് തല്ലുന്നു.
കമ്പെടുത്ത് കളിക്കല്ലേ ഹെൽമെറ്റ് ഇരിക്കട്ടെ അടി കൊള്ളൂല കറങ്ങിക്കോ